കോൺഗ്രസ് മതേതര പാർട്ടിയൊക്കെ ആണെന്ന് പറയുമ്പോഴും തനിക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ചന്ദനപ്പൊട്ട് തൊടാൻ പോലും ഭയമായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റും പത്മജ നടത്തിയിട്ടുണ്ട്. ഈ ചന്ദനക്കുറി തൊടാൻ കുറിച്ച് നോക്കുമായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. സ്നേഹത്തോടെ നോക്കുമായിരുന്നു ചന്ദനക്കുറി തൊട്ട ഒരാൾക്കാർ. നിങ്ങൾ എന്താ കോൺഗ്രസിനെ പറ്റിയൊക്കെ പറയണം? ഇന്ന് കുറി തൊട്ട് രമ്യ ഹരിദാസ് ഈ നാട്ടിൽ കുറി തൊട്ട് നടക്കണമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ എത്ര വിഷ്വലുണ്ട്? രമ്യ ഹരിദാസ് കോൺഗ്രസ്സിലല്ലേ? ഞാൻ ചോദിക്കുന്നേ, ഏത് പാർട്ടിയിലാണ് ഇത് കോൺഗ്രസ്സാ? ഇങ്ങോട്ട് വന്നേ. ഇത് ഈ കുഞ്ഞു പെണ്ണ് കോൺഗ്രസ്സാ. ഇതെവിടെ വന്നേ? ഇത് കോൺഗ്രസ്സാ. ഇങ്ങോട്ട് വാ. ഇത് കോൺഗ്രസ്സാ. ഞങ്ങളിതാ ഇങ്ങനെ ചേർത്ത് പിടിക്കും. ഞങ്ങൾക്ക് ആർക്കാ കുഴപ്പം? കോൺഗ്രസിനെ പറ്റിയൊക്കെ ഇത്തരം വില കുറഞ്ഞ വാക്ക്. അവർ വേറൊരു പാർട്ടിയിൽ പോകണമെങ്കിൽ പോയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടം. അവർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. സുരേഷ് ഗോപിക്ക് കിട്ടിയതോ കിട്ടാത്തതോ എന്ത് വേണമെങ്കിലും അവർ മേടിച്ചോട്ടെ. പക്ഷേ ഇത്രയും കാലം സ്വന്തം അച്ഛൻ ജയിലിൽ കിടക്കുമ്പോൾ ഈ പച്ചിലകളും കായ്കളും ഉണ്ടാക്കിയിട്ട് നിറം കൊടുത്ത ആ മൂവർണ്ണത്തിന് ഇങ്ങനെ ഒരു വൃത്തികേട് അവർ പറയാൻ പാടില്ലായിരുന്നു. അവർ വേറെ എന്ത് കുറ്റം കോൺഗ്രസിനെ പറ്റി പറയട്ടെ? ചന്ദനക്കുറി കൂട എല്ലാ 1-ാം തീയതിയും ഗുരുവായൂർ അമ്പലത്തിൽ പോയി കണ്ണനെ തൊഴുത കരുണാകരൻ്റെ മകള് ഒരു കാരണവശാലും അത് പറയാൻ പാടില്ല. വേറെ എന്തും കോൺഗ്രസിനെ പറഞ്ഞോട്ടെ. എല്ലാ മാസവും 1-ാം തീയതിയും ഗുരുവായൂർ അമ്പലത്തിലേക്ക് ചെന്ന് കണ്ണനെ തൊഴുന്ന കരുണാകരൻ്റെ മകൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനൊരു കാര്യം പറയാൻ പറ്റുക? അവർ ആത്മനിന്ദയാണ്. കെ കരുണാകരൻ്റെ ലെഗസിയോട് ഇത്രയും വലിയ വഞ്ചന അവർ ചെയ്യാൻ പാടില്ല. അവർ പറയേണ്ടത് എന്താ? എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം. എനിക്ക് MP-യോ MLA-യോ ബോർഡോ കോർപ്പറേഷനോ ഡയറക്ടറോ അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൊടുക്കണ പോലെ ഉപാധ്യക്ഷയോ, അതാണല്ലോ അവരുടെ മെയിൻ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം. അതുകൊണ്ട് ഞാനൊന്ന് അവിടെ വരെ പോട്ടെ എന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ പറഞ്ഞു വിടും ചേച്ചി, പോയിട്ട് വരും, ചെന്നോളൂ, എന്താണെന്ന് വെച്ചാൽ ആയിക്കോളൂ. പക്ഷെ കോൺഗ്രസിനെ ഐഡിയോളജിക്കലി ക്വസ്റ്റ്യൻ ചെയ്യരുത്. ഏറ്റവും ബാലിശമായിട്ടുള്ളൊരു വാദമായിപ്പോയി. വലിയ ലാഭം ഉണ്ടാക്കും. ദൈവം സഹായിച്ചൊന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം തന്നെ ഞാൻ വടകരയിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പറയും നിനക്ക് വോട്ട് ചെയ്യാൻ ജയിപ്പിക്കാമെന്ന് മാത്രമല്ല. ആൾക്കാർ പറയുന്നത്, അവിടെ ചെന്ന് ഫോണിൽ വിളിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് ആ പത്മജക്കുള്ള പണി ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുരളിയേട്ടൻ അവിടെ നിന്ന് മാറിയത് അവിടെ ഒരു ക്ഷീണമാവുമോ എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അങ്ങനെയാണല്ലോ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് ചിലർ. അപ്പം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ വോട്ട് നിങ്ങൾക്കുള്ളതും മുരളിയേട്ടനുള്ളതും കൂടിയാണ്, രണ്ടാൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. കാരണം എന്താ അറിയോ? അവിടെ കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവ് കാണിച്ചൊരു ആർജവമുണ്ട്. BJP ഈ വൃത്തികെട്ട കളിയിലൂടെ തെരഞ്ഞെടുപ്പെടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ തിരിച്ച് ചെയ്യുന്നത് എന്താ? തൃശ്ശൂരിലെ BJPയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രത്തിലേക്ക് തന്നെ വന്നിട്ട് ഞാനിതാ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അപ്പം തന്നെ ഇന്നലെ അണ്ണൻ TV-യിൽ പറയുന്നത് കേട്ടു, ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ അവിടേക്ക് പോവാണ് എന്നുള്ളത് അവർ TV-യിൽ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അതിൽ പത്മജ അവിടെ നിന്നല്ല, എവിടെ ഇറങ്ങിയാലും, അത് തൃശ്ശൂർ ഇറങ്ങിയാലും വടകര എവിടെ ഇറങ്ങിയാലും ഞാൻ അവരോട് ഒരു കാര്യം ഞാൻ പറയുന്നു, BJPക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് അതേ സംബന്ധിച്ച് പറയാനുള്ളത്.